വയനാട് ജില്ലാ പഞ്ചായത്ത് മീനങ്ങാടി ഡിവിഷനിൽ UDF മുന്നണിയിലെ ഘടകകക്ഷികൾ നേർക്കുനേർ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് ആണ്. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി ലിൻഡോ കെ കുര്യോസും മത്സരരംഗത്തുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന ഘട്ടത്തിലാണ് മീനങ്ങാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസിനെ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിന്റെ ആണെന്നായിരുന്നു ജോസഫ് വിഭാഗത്തിന്റെ വാദം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റായ ലിൻഡോ കെ കുര്യാക്കോസിനെ സ്ഥാനാർത്ഥിയായി ജോസഫ് പക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും UDF നേതാക്കളോടുൾപ്പെടെ അനുവാദം ചോദിച്ച ശേഷമാണ് ജോസഫ് പക്ഷ സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിച്ചതെന്നുമാണ് സ്ഥാനാർത്ഥിയായ ലിൻഡോ കെ കുര്യാക്കോസ് പറയുന്നത്. ഏതെങ്കിലും സീറ്റുകളിൽ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി മറ്റൊരു സീറ്റ് അനുവദിച്ചിട്ട് ഈ സീറ്റ് എടുക്കണമെന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തി മീനങ്ങാടി സീറ്റിന് വരെ മറ്റൊരു സീറ്റൊന്നും അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമടക്കം ഈ പ്രദേശത്ത് പൊതുപ്രവർത്തനവും സംഘടനാ പ്രവർത്തനവുമായി നടത്തുന്നതിന് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. PJ ജോസഫ് സാർ തന്നെ നേരിട്ട് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ജോസഫ് പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിത്വം തങ്ങളെ ബാധിക്കില്ലെന്നും മികച്ച വിജയം കോൺഗ്രസിനുണ്ടാകുമെന്നും ഗൗതം ഗോകുൽദാസ് പറഞ്ഞു. KSU ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് സീറ്റ് ലഭിക്കുകയും പുള്ളിക്ക് UDF സംവിധാനത്തിൽ സീറ്റ് ലഭിക്കാതെ വന്നപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സീറ്റിലൂടെ മത്സരിക്കുക എന്നുള്ള അതൊരു ഭിന്നത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ മത്സരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ അതൊന്നും ഒരു UDFന്റെ പ്രചരണത്തെയോ മറ്റു കാര്യങ്ങളൊന്നും ഒരു തരത്തിലും വോട്ട് സ്പ്ലിറ്റ് ആവുന്നതിനുള്ളൊരു സാഹചര്യമൊന്നും മീനങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ PJ ജോസഫിനെ ഉൾപ്പെടെ കളത്തിലിറക്കി തിരഞ്ഞെടുപ്പ് സജീവമാക്കാൻ ഒരുങ്ങിയാണ് ജോസഫ് പക്ഷം. ഒരേ മുന്നണിയിൽപ്പെട്ട 2 പാർട്ടിക്കാർ മത്സരിക്കുന്നുണ്ടെങ്കിലും ശക്തമായ വിജയം UDFനുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. മീഡിയ 1 വയനാട്.